യോഗ്യതയില്ല ഞാനീ വീടെത്തുവാ, യോഗ്യനാക്കിയ എൻ ദൈവമേ. യോഗ്യതയില്ല ഞാനീ വീടെത്തുവാൻ, യോഗ്യനാക്കിയ എൻ ദൈവമേ. എന്തുള്ളൂ ഞാൻ എത്രമാത്രം കൃപയേ, ഇത് വൻ കൃപയേ. എന്തുള്ളൂ ഞാൻ എത്രമാത്രം കൃപയേ, ഇത് വൻ കൃപയേ. ക്രൂശിൽ നിന്ന് ഏറ്റയൻ പ്രാണനാഥ, ക്രൂശതിലൻ പേർക്കായി യാഗമായോനെ. ക്രൂശിൽ നിന്ന് ഏറ്റയൻ പ്രാണനാഥ, ക്രൂശതിലൻ പേർക്കായി യാഗമായോനെ. നിന്റെ പേർക്കല്ലയോ ഇന്നു നീ അറിക, എൻ്റെ പേർക്കാണല്ലോ, എൻ്റെ പേർക്കാണല്ലോ. നിന്റെ പേർക്കല്ലയോ ഇന്നു നീ അറിക, എൻ്റെ പേർക്കാണല്ലോ, എൻ്റെ പേർക്കാണല്ലോ. കാശ് മുടക്കിയവനാണ് അതിൻ്റെ ദണ്ണം ഉണ്ടാകുന്നത്. സമയം വേർതിരിച്ച് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് തങ്ങൾ അനുഭവിക്കേണ്ട നന്മകളെ മാറ്റിവെച്ച് മറ്റൊരുവൻ സുവിശേഷത്തിന് വേണ്ടി പുറപ്പെടും എന്ന ചിന്തയിൽ ഒരുപാട് അതിനുവേണ്ടി അലഞ്ഞെന്ന് പറഞ്ഞാൽ കുപ്പി വരെ പെറുക്കി വിറ്റ, പ്ലാസ്റ്റിക് പെറുക്കി വിറ്റ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം സുവിശേഷം പറയാൻ ഇറങ്ങാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവനെ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളെ സ്തോത്രം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചുകൂടെ? ഇല്ല, എനിക്ക് സുവിശേഷ വേലയ്ക്ക് എനിക്ക് സുവിശേഷം പറയാനും അറിയില്ല, എനിക്ക് പോകാൻ സമയം, എനിക്കതിന് സാഹചര്യം എൻ്റെ മോശമാണ്. പക്ഷെ ആരെങ്കിലും അങ്ങനെ ഇറങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ പുറകിൽ നിന്നൊന്ന് സഹായിച്ച് അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് പഠിക്കാൻ വേണ്ടി എന്തെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഇപ്പോൾ ഈ ഒരു കഷ്ടതയുടെ നടുവിലും ഈ വേദനയുടെ നടുവിലും എൻ്റെ ഒരു നല്ല ദശാംശമോ ഇനി അതിൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയോ ഒക്കെ മാറ്റിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ആരെങ്കിലും ഇറങ്ങട്ടെ, അവർക്ക് ദൈവവചനം പഠിക്കാൻ ഉള്ള അവസരം ഉണ്ടായാൽ അവർ പഠിക്കട്ടെ, അതിനെത്ര ചിലവായാലും എൻ്റെ ഒരു ഭാഗം ഞാൻ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്ത് പഠിച്ച പലരും, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരുപാട് പേര് അങ്ങനെ ദൈവവചനം പഠിക്കാൻ, ഈ ഉള്ളവൻ പഠിക്കാനും കാര്യം അത് തന്നെയാണ്. ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിൽ അവിടെ ഞാൻ ദൈവവചനം പഠിക്കാൻ വേണ്ടി ആ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെയോ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് അവർക്കും പറയാൻ പറ്റിയല്ല. കാരണം ആരെല്ലാം ഒക്കെയോ സഹായിച്ച്, ചിലർ പറയും ഞാൻ ആരുടെ അടുത്തും സഹായമൊന്നും മേടിക്കാതെ പഠിച്ചത്. ഇല്ല, അങ്ങനെയല്ല. നമ്മൾ ഒരു നേരത്തെ സാമ്പാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ കോളേജിലെ അതിനും ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ വിശ്വസിക്കണം, അത് തെറ്റൊന്നുമില്ല. അവർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരുടെയൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ആ സാമ്പത്തിക കൂട്ടായ്മ അവർ കാണിച്ചത് കൊണ്ടാണ് അന്ന് നമുക്ക് സാമ്പാറും ചിക്കനും മട്ടനും പിന്നെ തോരനും കാളനും മോരുകറിയും ഒക്കെ തിന്നാൻ പറ്റിയത്, കഴിക്കാൻ പറ്റിയത്. സ്തോത്രം. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നടത്തുന്നവർ ശ്രദ്ധിച്ചോ. ഓക്കെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, അത് വേറൊരു സന്ദേശത്തിൽ പറയാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വരിക. ഇത്രയും
നിങ്ങൾ അനുഭവിച്ചിട്ട്, ഇത്രയും ദൈവവചനം നിങ്ങൾ പഠിച്ചിട്ട്, പിന്നെ എന്താ നിങ്ങൾ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാത്തെ? ഒരുപാട് ആളുകൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ നടത്തുന്ന സമയത്ത്, ബൈബിൾ കോളേജിൽ ഇൻ്റർവ്യൂവിനൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂക്കാർ ചോദിക്കും, ആ ബോർഡ് ചോദിക്കും, എന്താണ് ഉദ്ദേശം പഠിച്ചിട്ട്? കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞല്ലേ അവിടെ ന്യൂട്രി കയറി പഠിച്ചത് അല്ലേ? അതുകൊണ്ട് അവരോട് പഠിപ്പിച്ചത്. ഇന്നിപ്പം സ്ഥിതി മാറി. ഇന്ന് ബൈബിൾ കോളേജുകളെല്ലാം അടഞ്ഞടഞ്ഞ് വരികയാണ്. ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ പഠിച്ച ബൈബിൾ കോളേജ് പോലും ഇന്നില്ല. ഇനി അത് വേറെ ആരെല്ലാം നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ആ ബൈബിൾ കോളേജ് ഇല്ല. ഞാൻ പഠിച്ചോർത്ത് ഞാൻ പോയായിരുന്നു, അവിടെ അതില്ല. വേറെ ആരും നടത്തുന്നുണ്ടാകും. സ്തോത്രം. ഒരുപാട് കോളേജുകളിൽ പഠിക്കാൻ ആളുകളില്ല, ചെറുപ്പക്കാരില്ല. വലിയ പ്രശസ്തമായ ബൈബിൾ കോളേജിലൊക്കെ 2-3 പേരൊക്കെ ഈ വർഷമുള്ളൂ. ഇനി ഞങ്ങളുടെ ബൈബിൾ കോളേജ് ഭയങ്കര സെറ്റപ്പാണ്, അതാണ്, ഒരുപാട് അഫിലിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പം ഒന്നും മിണ്ടുന്നില്ല. അഫിലിയേഷൻ്റെ കാര്യമേ മിണ്ടുന്നില്ല. കാരണം ചില അഫിലിയേഷനിൽ പഠിക്കാൻ നല്ല അഫിലിയേഷൻ എല്ലാം നല്ലതാണ്. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ സംഭവം തന്നെ, അല്ലാണ്ട് ഇത് സർക്കാർ തന്നൊന്നുമല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നല്ലതാ, മോശമാണെന്നല്ല, ഞാൻ അതിനൊന്നും വില കുറച്ച് കാണുന്നില്ല. അതിൻ്റെയൊക്കെ പിന്നെ ഒരുപാട് പേരുടെ അധ്വാനവും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഉണ്ട്. പക്ഷേ പിള്ളേരെന്ത് ചെയ്യും? അതാ എൻ്റെ ചോദ്യം. പിള്ളേരെന്ത് ചെയ്യും? ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഏകദേശം 30-ലധികം ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബൈബിൾ കോളേജിലെ കാര്യമല്ല. ഞാൻ മറ്റൊരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ 68 പേരോ 67 പേരെങ്ങാണ്ട് എൻ്റെ ക്ലാസ്സിൽ അന്നുണ്ട്. സ്തോത്രം. ആമേൻ. ഇന്ന് ഒരു ബൈബിൾ കോളേജിൽ പോലും 67 പേരില്ല. അത് അത്ര അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് പോട്ടെ, നമുക്ക് പ്രാർത്ഥിക്കണം. വേലക്കാരെ അയക്കേണ്ടതിന് പ്രാർത്ഥിക്കും. ഈ വേലക്കാരായിട്ട് വന്നവരെന്ത് ചെയ്യുക? അതാണ് എൻ്റെ ചോദ്യം. സഹോദര, നിങ്ങൾ BTH എടുത്ത ആളല്ലേ? സഹോദരി CTH കഴിഞ്ഞില്ലേ? അത് മതി, അത്ര മതി. സുവിശേഷം അറിയിക്കാൻ CTH പോലും വേണമെന്ന് ഞാൻ പറയത്തില്ല, ICTC തന്നെ മതി. ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം കിട്ടിയവരല്ലേ? സ്തോത്രം. നിങ്ങൾക്ക് BTH ഉണ്ട്, BD കഴിഞ്ഞവരുണ്ട്, MDiv കഴിഞ്ഞവരുണ്ട്, MTH കഴിഞ്ഞവരില്ലേ? എന്നിട്ട് എന്നാ പരിപാടി? ഇപ്പം എല്ലാവരും കൂടെ പഠിപ്പിക്കാൻ നിന്നാൽ പഠിക്കാൻ ആരെങ്കിലും വേണ്ടെന്നേ. പഠിക്കാൻ ആൾ വേണം. രണ്ടാമത്തെ കാര്യം, പ്രവർത്തിക്കാൻ ആരുമില്ല, ഫീൽഡിലോട്ട് ആരുമില്ല. സ്തോത്രം. എത്ര തന്നാൽ വരും എന്ന് ചോദിക്കുന്ന ആളുകൾ എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, പാസ്റ്ററെ ഒരാളെ ആവശ്യമുണ്ട്, പക്ഷേ അവർ ചോദിക്കുന്ന എത്ര തരുമെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാ? നമ്മുടെ അങ്ങനെ കൊടുക്കാനുമില്ല, നമുക്ക് ആളായിട്ട് ആവശ്യമുണ്ട് താനും എന്ന് പറഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ശുശ്രൂഷകന്മാരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സുവിശേഷ വിലയ്ക്ക് പൈസ വേണം, വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. വിശ്വാസം, ഈ കർത്താവിൻ്റെ വേല മാത്രം വിശ്വാസത്തിന്, ബാക്കിയുള്ള കാര്യമെല്ലാം വിശ്വാസം വേണ്ട അല്ലേ? സ്തോത്രം. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇത്ര കാലമായിട്ട് ബൈബിൾ പഠിച്ചിട്ട് നിങ്ങൾ എന്താ പരിപാടി? ഇപ്പം എന്താ പരിപാടി? നിങ്ങൾ തിന്ന ചോറ് തന്നെ മതിയല്ലോ നിങ്ങളെ ന്യായം പിടിക്കാൻ? പോരെ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടുന്ന സമയം, ഇതേ ആ നാട്ടിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടുന്ന് ആ ബൈക്കും എടുത്ത് ഭാര്യനെ കൂട്ടി ഒരു 10-50 കിലോമീറ്റർ അകലെ അങ്ങനെ പോയി 10 പേർക്ക് ട്രാക്ട് കൊടുത്തിട്ട് വീട്ടിൽ പോകും കേട്ടോ. സ്തോത്രം. അത് ചെയ്താൽ മതി, അത്രയും ചെയ്താൽ മതി. ചെയ്യണം, ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ സാഹചര്യമാണ് നിങ്ങളിവിടെ കൊണ്ടെത്തിച്ച് എനിക്കറിയാം, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നെ നിങ്ങളെ ദൈവം വിശ്വസിച്ചൊരു ദൗത്യം ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഭക്ഷണത്തിന് കാശ് തന്നവർ വരെ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ അവൻ ഇറങ്ങിയില്ലല്ലോ, അവൾ ഇറങ്ങിയില്ലല്ലോ, ഞാൻ ഇല്ലാത്ത കാശും മുടക്കിയ കർത്താവേ. അവർ പോലും അറിയത്തില്ല ഞാൻ ആ പൈസ മുടക്കിയെന്ന്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആ കാശ് മുടക്കിയെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ബാച്ചിന് വേണ്ടി, ഞാൻ പഠിപ്പിച്ച ബാച്ച്, അല്ലെങ്കിൽ ഞാൻ പണം മുടക്കിയ ബാച്ച്. സ്തോത്രം. അവരുടെ നിലവിളിയും കിടക്കുക പോരെ? പിന്നെ നമ്മൾ ഗതി പിടിക്കുമോ പറ? പിന്നെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവുമോ? നമുക്ക് അവരുടെ ആ കണ്ണുനീര്, അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ചുറ്റികൈ കൊണ്ട് തലക്കെട്ടടിക്കുന്ന പോലെയാണ്, നമ്മുടെ തലക്കെട്ടടിക്കുന്ന പോലെയാണ്. കാരണം നമ്മൾ കർത്താവിൻ്റെ വില ഇറങ്ങിയില്ല. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുക, ഒരവസരം കൂടെ ദൈവം തരിക ഈ 2024. ഈ അവസരം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പായ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്.
സ്തോത്രം. ഒരു മയമില്ലാതെ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് വേദനയോടെ ഞാൻ പറയുന്നത്. ഒരുപാട് പേര് പരിപാടി നിർത്തി കൊട്ടയം ഒക്കെ മടക്കി അവർ സൈഡായി. സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളിന്നും കർത്താവ് പ്രതീക്ഷിക്കാതിരിക്കുക. മടങ്ങി വരാൻ പറ്റുമോ? മടങ്ങി വരാൻ പറ്റുമോ? സ്തോത്രം. ഞാൻ ഈ സന്ദേശം ചെയ്യുന്നതിന് മുമ്പ് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവേ, 2 പേരെങ്കിലും മടങ്ങി വന്നാൽ നീ അവരെ ഉപയോഗിക്കുമോ കർത്താവേ? ഞാൻ ചോദിച്ചോ കർത്താവിനോട്. കർത്താവ് പറഞ്ഞു, 2 അല്ല, ആരെല്ലാം മടങ്ങി വന്നാലും അവരെ ഞാൻ ശക്തന്മാരായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ സന്ദേശം പറയുന്നത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പോട്ടെ, എല്ലാം പോട്ടെ. ഇനി അതിനെക്കുറിച്ച് പിറുപിറുത്തിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. നമുക്ക് ആരോഗ്യമില്ലേ? യാത്ര ചെയ്യാൻ ആരോഗ്യമില്ലേ? കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലോ? നാക്കിന് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഭാര്യയോട് ചോദിച്ചാൽ മതി അല്ലേ? നാക്കിന് വല്ല കുഴപ്പമുണ്ടോ? ചിന്തകൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എല്ലാ കുരുട്ട് ബുദ്ധിയും തലയ്ക്കകത്തുണ്ട് അല്ലേ? ചോദിച്ചാൽ മതി, കൂട്ടുകാരോട് ചോദിച്ചാൽ മതി. വല്ല കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങത്തില്ല. ഈ 2024 എപ്പോഴാണ് കാഹളം തിരിക്കുന്നത് നമുക്കറിയില്ല. വേഗം ഇറങ്ങിക്കുമോ? നിങ്ങളുടെ ജോലിയൊക്കെ നിങ്ങൾ ചെയ്തോ? നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ കാര്യത്തിൽ ഇറങ്ങണം. അത് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുക. ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. കർത്താവ് തള്ളിക്കളയില്ല. അവൻ വീണ്ടും നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങളുടെ പുറകെ ഉണ്ട് കർത്താവ്, നിങ്ങളുടെ പുറകെ ഉണ്ട്. അന്ന് ബൈക്കാന്ന് വീണപ്പോഴും കാലും കൈ ഓടിക്കാത്തതേ ആശുപത്രി കട്ടിലില്ലാത്തതുകൊണ്ടല്ല. കിടക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഇപ്പോൾ കാലൊടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. സ്തോത്രം. അങ്ങനെയല്ല കേട്ടോ. എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുള്ളതുകൊണ്ടാണ്. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണടച്ചോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ പ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ടവർ മടങ്ങി വരുന്നു. നീ അവരെ മടക്കി വരുത്തണമേ. അവർ കഴിച്ച ഭക്ഷണം, കുടിച്ച വെള്ളം ഒക്കെ കർത്താവിൻ്റെ നാമത്തിനോട് പ്രയോജനമായി തീരട്ടെ. നീ അവരെ ഉപയോഗിക്കണമേ കർത്താവേ. അവർ മടങ്ങി വരുന്നു. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം നിങ്ങൾ മറക്കരുത്. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, ഇത് ഞാൻ തിരുവനന്തപുരത്ത് വാക്യം വായിച്ചതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്യം. കലപ്പയ്ക്ക് കൈവച്ച് ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. പേടിച്ചല്ലേ ആ വാക്യം പറയണ്ടേ? പേടിച്ചാ പറയണ്ടേ? ഞെട്ടിക്കൊണ്ട് പറയണം ആ വാക്യം. ഇന്ന് രാവിലെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചു വന്നല്ലോ, മനസ്സുകൊണ്ട് തയ്യാറെടുത്തല്ലോ, അത് മതി. കർത്താവ് നിങ്ങളെ ആ ട്രാക്കിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഓട്ടം തുടർന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.